ഞാൻ അതൊക്കെ ഒറ്റയടിക്ക് ചോദിച്ചു, എന്നും മോൻ നടക്കാറാണോ? രാവിലെ നടക്കുമോ, വൈകുന്നേരം നടക്കുമോ? അപ്പോൾ എൻ്റെ വിചാരം ഇതാണ്, എന്ത് അവന് ഈ നടന്നിട്ടേ അവന് സ്കൂളിൽ പോകാൻ കഴിയുള്ളൂ, തിരിച്ചും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും എന്നുള്ള, അതായിരിക്കും എന്നുള്ള നിലയ്ക്ക് ഞാൻ അതൊക്കെ ഒറ്റയടിക്ക് ചോദിച്ചു. അപ്പോഴാണ് അതായത് നമ്മളൊരു ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ഒരു കുട്ടി, വഴിയിൽ നിന്ന് യൂണിഫോമിലുള്ളൊരു കുട്ടിയാണ്, അവൻ എന്ത് ചെയ്തു, ബൈക്കിന് കൈ കാണിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഒരു സ്കൂളിൻ്റെ പരിസരവുമല്ല, സ്കൂള് വിട്ട് കഴിഞ്ഞൊരു സമയവുമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായതുകൊണ്ടായിരിക്കാം എന്ന് കരുതി ആ കുട്ടിയെ കൂടെ കൂട്ടാമെന്ന് തീരുമാനിച്ചു. ബൈക്ക് ഞാൻ നിർത്തി, അവനെ കൂടെ കയറ്റി. അപ്പോൾ കൂടെ കയറ്റിയപ്പോൾ ഒരു ഏകദേശം അവൻ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് ഒരു കിലോമീറ്ററിനടുത്തുണ്ട്. അപ്പം ഞാൻ സംസാരം തുടങ്ങി. ആദ്യം പരിചയപ്പെട്ടു. എത്രാം ക്ലാസ്സിലാണ് അവൻ? 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്തത്ര വൈകാനുള്ള കാര്യം? അപ്പം ഞാൻ നടന്നിട്ടാണ് വന്നത്. അതായത് അവൻ ഇപ്പോൾ ആ സ്കൂൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു സങ്കടമല്ലേ വരിക. എന്തപ്പോൾ ഈ കുട്ടി നടന്നു വരുന്നത്? കാരണം ബസ് കയറി വരേണ്ടുന്ന ദൂരം എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ബസ് കയറേണ്ടി വരുന്ന, അതായത് നമ്മൾ ചെറിയൊരു ദൂരത്തിന് പോലും നമ്മുടെ മക്കളാരും നടക്കാൻ തയ്യാറാവില്ല. അവർ അതിനൊക്കെ കണക്ക് കൂട്ടി പൈസ വാങ്ങിയിട്ടാണ് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ കുട്ടികൾ പോകാറുള്ളത്. അപ്പോൾ ഈ കുട്ടി ഏകദേശം അവൻ പറഞ്ഞ ഒരു കയറിയ സ്ഥലം വരെ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് അവൻ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവനോടൊരു സിമ്പതി തോന്നി. ഇത്രയും ഒരു അവസ്ഥയിലേക്ക് എത്താൻ എന്താണ് കാരണം? ഞാൻ ചോദിച്ചു, അല്ല മോനെ, എന്താണ് ഇങ്ങനെ നടക്കാനുള്ള കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോഴാണ് വളരെ രസകരമായിട്ടുള്ളൊരു മറുപടി അവനിൽ നിന്ന് വന്നത്. അത് ഞാൻ ചോദിച്ചു, എന്നും മോനിങ്ങനെ നടക്കാറാണോ? നമുക്ക് അങ്ങനത്തെ ഒരു സിമ്പതി തോന്നിയിട്ട് ഞാൻ അതൊക്കെ ഒറ്റയടിക്ക് ചോദിച്ചു, എന്നും മോൻ നടക്കാറാണോ? രാവിലെ നടക്കുമോ, വൈകുന്നേരം നടക്കുമോ? അപ്പോൾ എൻ്റെ വിചാരം ഇതാണ്, എന്ത് അവന് ഈ നടന്നിട്ടേ അവന് സ്കൂളിൽ പോകാൻ കഴിയുള്ളൂ, തിരിച്ചും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും എന്നുള്ള, അതായിരിക്കും എന്നുള്ള നിലയ്ക്ക് ഞാൻ അതൊക്കെ ഒറ്റയടിക്ക് ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ മക്കളുടെ മനസ്സിലുള്ള ആ ഒരു കുസൃതി പുറത്തേക്ക് വന്നത്. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് 20 രൂപ അവന് കൊടുക്കും. രാവിലത്തെ ബസ്സിനും വൈകുന്നേരത്തിനും കണക്കാക്കിയിട്ട് 20 രൂപ കൊടുക്കും. അപ്പം ഞാൻ ഈ ഓട്ടുന്ന ഇടയിൽ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ വളരെ കൂളായി ഷർട്ടൊക്കെ ഒന്ന് താഴ്ത്തിയിട്ടിട്ട് അവനോട് പറയണത്, എനിക്ക് വീട്ടിൽ നിന്ന് 20 രൂപ കിട്ടും. അപ്പം ഞാൻ ചോദിച്ചു, എടാ പിന്നെ നീ എന്തിനങ്ങനെ നടക്കുന്നത്? അപ്പം ഒന്ന് എനിക്ക് സുഖമായിട്ട് ബസ്സിന് കയറി പോകുന്നൂടെ, അത്രയും പൈസ ആവില്ലല്ലോ. അപ്പം അവൻ പറയണത്, ആ 20 രൂപയ്ക്കും ഞാൻ എന്ത് ചെയ്യും, ഭക്ഷണം വാങ്ങി കഴിക്കും. ഇത് ഭക്ഷണം ഉച്ചയ്ക്ക് എന്തായാലും സമൃദ്ധമായ ഭക്ഷണം അവിടെ കിട്ടും. അതിന് പുറമുള്ള അതിന് പുറം ബോണസായിട്ടുള്ള സംഖ്യ അനുഭവം പറയുന്നത്. അപ്പം എന്നിട്ട് അവൻ ചോദിച്ചു, ഇത് കഴിഞ്ഞപ്പോൾ ഇത്രയും നടക്കണ്ടേ? അപ്പോൾ അതിനെന്താ, ഇതേപോലെ ലിഫ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഒരു ലിഫ്റ്റിലാണ് 1 കിലോമീറ്റർ ദൂരം അവൻ വന്നത്. ഇനി വീട്ടിലെത്താൻ 1 കിലോമീറ്റർ കൂടി ഉണ്ട്, വേറെ ആളെ കിട്ടും. അപ്പോൾ ആ 1 കിലോമീറ്ററിലാണ് ഞാൻ വന്നു പെട്ടത്. അപ്പോൾ സ്ഥിരം ആ കുട്ടിയുടെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾ അതിന് എത്ര വലുതായാലും അവർ നമ്മുടെ മനസ്സിൽ നിഷ്കളങ്കരും അതേപോലെ തന്നെ കുഞ്ഞു മനസ്സിൻ്റെ ഉടമകളുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്ലാനിങ്ങുകളും അവർ നടത്തും. അപ്പോൾ ഇതൊക്കെ ഒരു രസമാണ്. പക്ഷേ അപകടത്തിലേക്ക് പെട്ടുപോകാനുള്ള സാധ്യത നമ്മൾ അതിൽ കരുതിയിരിക്കണം. അവരുടെ നമുക്ക് ആസ്വദിക്കാൻ, ഞാൻ എന്നിട്ട് മനസ്സിൽ കുറേ ചിരിച്ചു എൻ്റെ ഈ സംഗതി ഇട്ട്. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഇറക്കിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനും കൂടി വീട്ടിലേക്ക് വരട്ടെ, ഞാനാണ് ഇവിടെ കൊടുന്നിട്ട് ഇറക്കി വിട്ടതെന്നും ഉമ്മാനോടൊപ്പാനോടൊന്നും പറഞ്ഞിട്ട് പോകുന്നല്ലോ. നിങ്ങൾ പോയിക്കോളി എന്നിട്ട് അവനെ യാത്രയാക്കിയിട്ടാണ് അവൻ വിട്ടത്. അപ്പോൾ അത് നല്ല കുസൃതിയാണ്, നമുക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു ഇതാണ്. കാരണം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഈ ഒരു ജനറേഷനിലുള്ള മക്കളെ നമുക്ക് എത്ര പഠിച്ചാലും ചിലപ്പോൾ മനസ്സിലാവില്ല. അതെ. അപ്പം ഇതിൽ തന്നെ എനിക്കതിലൊരു പോസിറ്റീവ് വശവും തോന്നുന്നുണ്ട്, അത് നെഗറ്റീവായിട്ടും വ്യാഖ്യാനിക്കാം. അതെ അതെ.
എനിക്കതിലൊരു പോസിറ്റീവ് വശം തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ ഒരു സമ്പാദനത്തിൻ്റെ ഒരു താല്പര്യമാണ്, സമ്പാദ്യശീലം. അതെ. പക്ഷെ സമ്പാദ്യശീലം കൂട്ടിവെക്കണില്ല കേട്ടോ. ഇല്ല. ഓനിതൊക്കെ പിന്നെ തന്നെ അടിച്ചു വീശി അത് തീരുമാനാക്കിയിട്ടാണ്. അത് മറ്റൊരു കാര്യമുണ്ട് അതില്. അതെ. പക്ഷെ എന്നാലും സമ്പാദിക്കണം. അതെ. ദിവസം 20 രൂപ വെച്ച് അങ്ങനെ കളിക്കുമ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ഓർക്കണതേ, നമ്മുടെ ഈ 4ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ പറ്റിയാണ് ഞാൻ ഓർക്കുന്നത്. 4ാം ക്ലാസ്സിലൊരു അറബി പാഠപുസ്തകത്തിലൊരു കുട്ടിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതെ. അപ്പം ആ കുട്ടി ഒരു ഇന്നോവേറ്റീവായ ഒരു മഷ്റൂഇയ്യത്തായ ഒരു പദ്ധതിക്ക്, ഒരു സ്റ്റാർട്ടപ്പിന് തുടക്കം കുറിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവന് ഇങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ ഇങ്ങനെ ഒരു ഹസ്വാല എന്നാണ് അറബി പാഠപുസ്തകത്തിൽ ഉപയോഗിക്കുന്ന പദം. ഹസ്വാലയിൽ ഇങ്ങനെ നമ്മള് അറബി മാഷ്മാരായതുകൊണ്ട് നമുക്കത് അറിയാലോ, നമ്മള് ഹുണ്ടിക എന്നൊക്കെ പറയും. ഹുണ്ടിക നമുക്ക് വളരെ ഹൃദ്യമായി തോന്നിയ ഒരു കഥയാണത്. അപ്പൊ ഈ കുട്ടിയും അതിലിങ്ങനെ ഇട്ട് വെച്ചിട്ട് ലാസ്റ്റ് വാപ്പാക്ക് കൊടുത്തു. അപ്പൊ വാപ്പ എന്ത് ചെയ്തു, വാപ്പ അതിൽ നിന്ന് കുറെ കോഴികളെ അവന് വാങ്ങിക്കൊടുത്തു. ഉമ്മ കോഴിക്കൂടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ അവന് കോഴികളെ വളർത്താനും അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉമ്മയും സഹോദരിയും മറ്റൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്തു. അങ്ങനെ ദിവസം കഴിഞ്ഞു, കോഴികൾ മുട്ടയിടാൻ തുടങ്ങി. ഒരു ദിവസം 10 മുട്ടയും അല്ലെങ്കിൽ 8 മുട്ടയും 7 മുട്ടയും ഒക്കെ ഇങ്ങനെ വ്യത്യസ്ത ദിവസങ്ങളിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. ആഴ്ചയിൽ 50 മുട്ടകൾ, 48 മുട്ടകൾ. അപ്പൊ അതിങ്ങനെ അറബിയിലെ പാഠപുസ്തകത്തിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖിയമു മഫാഹിം, അവർക്ക് മൂല്യബോധം വളർത്തുക, ഏറ്റവും നല്ല ചിന്തകളും ഏറ്റവും നല്ല സ്വഭാവങ്ങളും രൂപീകരിക്കുക കുട്ടികളിൽ എന്നുള്ളതാണ്. അതോടൊപ്പം ഭാഷാപരമായി അതിൽ അദദുകൾ, എണ്ണങ്ങൾ 48-ന് 58-ന് അറബിയിൽ അതിൻ്റെ ആ ഒരു അദദ് മഅദൂദിൻ്റെ പ്രത്യേകത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിക്കണത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഞാനത് പഠിപ്പിച്ചപ്പോൾ വളരെ നല്ല അനുഭവമായിട്ട് അവർക്ക് തോന്നി. ഞങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും മാഷെ, ഞങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ഇന്നോവേറ്റീവ് ഒരു പദ്ധതി, സമ്പാദ്യശീലം കുട്ടികളിൽ വളർത്തുന്ന. അപ്പോൾ ഇവൻ നിങ്ങൾ പറഞ്ഞ ഈ ഒരു മോൻ, ഓന് ഒരു 1-2 കിലോമീറ്റർ എല്ലാ ദിവസവും അവന് ലിഫ്റ്റ് കിട്ടിക്കൊള്ളുന്നില്ല. അതെ. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ക്യാമറകൾ ധാരാളം ഉണ്ടാകുമ്പോഴേ ഈ ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് റിസ്ക് എടുക്കാൻ പല ഈ നമ്മുടെ ബൈക്ക് ഡ്രൈവർമാരും തയ്യാറാവില്ല. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ചിലപ്പോൾ കൈ കാണിച്ചാൽ നിർത്തൂല. അപ്പോൾ നിർത്തില്ലെങ്കിൽ നടക്കന്നെ. അപ്പൊ ആ നടക്കന്നെ എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് അവൻ എത്തിച്ചത് ഒരു സമ്പാദ്യശീലമാണ്. അത് നല്ല ശീലമാണ്. പക്ഷെ അത് വിനിയോഗിക്കുന്നിടത്തും അത് ചെലവഴിക്കുന്നിടത്തും ഇൻഷാ അല്ലാഹ് ഒന്ന് ചെറിയ ഒരു മോട്ടിവേഷൻ അവന് കിട്ടിയാൽ മാഷാ അല്ലാഹ് അവനൊരു യൂസുഫ് അലി ആവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, പിന്നെ ഇതിൽ വേറൊരു സംഗതി ഇപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ തോന്നുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, പിന്നെ ഈ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഞാനെങ്ങനെ വീടെത്തുന്നുള്ളൊരു ടെൻഷനില്ലല്ലോ. വീടെത്തണം എന്തായാലും. അപ്പോൾ അതെങ്ങനെയാണ് പോവുക, പിന്നെ എങ്ങനെയാണ് നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെ തിരിച്ചു പോരുക എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ആലോചന ഉണ്ടാവുമല്ലോ. പക്ഷേ ഒരു ഭാവിയെക്കുറിച്ച്, അടുത്ത മിനിറ്റിനെ കുറിച്ച് ആശങ്കപ്പെടുന്നില്ല. ഇപ്പം കഴിഞ്ഞു, ഇനിയും നാളെ എന്തായാലും അല്ലെങ്കിൽ അടുത്തൊരു സെക്കൻഡ് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു മനസ്സ്, അത് വലിയൊരു ബഹുമാനം തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായിരുന്നാലും വളരെ ഒരു ഹൃദ്യമായ നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ കാഴ്ചകൾ അത് ശ്രോതാക്കളുമായി പങ്കുവെച്ചു. നമ്മുടെ മക്കളുടെ ഇങ്ങനത്തെ ഇടപെടലുകൾ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ നമ്മൾ അറിയണം. നമ്മളെ ഇത്തരത്തിൽ അവരുടെ കൈകളിൽ ഇവിടെ കടന്നു പോകുന്ന സാമ്പത്തിക സ്രോതസ്സുകളെ പറ്റിയും ഒരു ബോധ്യം നമുക്ക് ഉണ്ടാക്കണം. ഇടപെടേണ്ടിടത്ത് നമ്മൾ ഇടപെടുകയും തിരുത്തേണ്ടിടത്ത് തിരുത്തുകയും പ്രോത്സാഹിക്കേണ്ടിടത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.